ടീച്ചറാണ്. അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് ഒരു ഇച്ചിരി റെസ്പോൺസിബിലിറ്റി പോലും അവർ കാണിക്കുന്നില്ല. ഇത്രയും പേര് മരിച്ചിട്ടുണ്ടല്ലോ, എത്ര പേര് സൂയിസൈഡ് ചെയ്തു? അവരുടെ ഒരു സ്വപ്നമാണ് തകർന്നു പോയത്. അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാതെയായി പോയി. കോക്രോച്ച് ജനതാ പാർട്ടി അത് ചെറുതായിട്ട് ഫണ്ണി ആയിട്ട് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ വലിയ വിപ്ലവമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവരുടെ ബേസിക് റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറാണ്. ഒത്തിരി യുവാക്കൾ ഇതിനുവേണ്ടി കഷ്ടപ്പെടുകയും അതുപോലെ തന്നെ സോനം സാർ അതിനുവേണ്ടി നിരാഹാരവും കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇത്രയും യൂത്ത് അവിടെ ഇറങ്ങി നമുക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോഴും പൊളിറ്റീഷ്യൻസ് ഇപ്പോഴും കീപ്പിംഗ് സൈലന്റ് ആണ്. നമ്മുടെ ഡെമോക്രസിയെ മോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണത് ഭയങ്കരമായിട്ട് തെറ്റാണ്. നേതാക്കളുടെ അവരുടെ റെസ്പോൺസ് ഭയങ്കര പതിയെയാണ്. നേതാക്കന്മാർ ചെന്നതിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ഒരു ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞിട്ട് ചെന്നതിൽ ഉദ്ദേശശുദ്ധി സംശയം ഇല്ലാതില്ല. പണ്ടത്തെ ഒരു ഇന്ത്യയുടെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ വിജയിക്കേണ്ടതാണ്. എന്തായാലും ഇതിന് നീതി കിട്ടണം തന്നെയാണ് ഞാൻ പറയുന്നത്. സപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായും. എല്ലാവരും സപ്പോർട്ടും കൊടുക്കേണ്ടതാണ്. ഇതിനൊരു വിജയം കൈവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പോയി സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ എന്തായാലും അത്രയും ഇൻഡിപെൻഡൻറ്റും അല്ല. ഇത് നല്ല കാര്യമാണ്. ഈ സമരത്തെക്കുറിച്ച് നല്ല കാര്യമാണ്. നല്ല പ്രവർത്തികളാണ് പിള്ളേർ ചെയ്യുന്നത്. പിള്ളേരുടെ ഭാവിയാണ് നമുക്ക് എപ്പോഴും വരുന്നത്. അത് 100% നമ്മൾ ഓർത്ത് വിശ്വസിക്കുന്നു.